നമസ്കാരം. ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം കേരളത്തിലേക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. 2024 ഈ പൊതു തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര നേതൃത്വം തന്നെ വളരെ ശ്രദ്ധയോടെ വളരെ നേരത്തെ തന്നെ പ്രവർത്തനം തുടങ്ങിയതിൻ്റെ ഫലമാണ് ഈ തൃശ്ശൂരിലുണ്ടായ വിജയം. അതുപോലെ കേരളത്തിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി മുന്നിട്ട് നിൽക്കുന്നതും ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. കാരണം സംസ്ഥാന ഘടകത്തിൽ ഏറെക്കാലമായിട്ട് പ്രവർത്തനത്തിൽ അതൃപ്തിയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ വിഭാഗീയത ഇവിടെ സംസ്ഥാന ഘടകത്തിൽ നിൽക്കുന്നുണ്ട്. ആ വിഭാഗീയത കൊണ്ട് തന്നെയാണ് പലപ്പോഴും വിജയത്തോടടുത്തെത്തിയിട്ടുണ്ടെങ്കിലും ഒടുവിൽ പരാജയത്തിലേക്ക് തന്നെ നീങ്ങിയത്. അത് ഏറ്റവും വലിയ തെളിവാണ് തിരുവനന്തപുരം. ഇക്കുറിയും രാജീവ് ചന്ദ്രശേഖരൻ്റെ പരാജയം എന്ന് പറയുന്നത് അതൊരു പരാജയമല്ല, വിജയത്തോടടുത്ത് നിൽക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 3 മണ്ഡലങ്ങളിൽ തീരദേശ വോട്ടുകൾ മാത്രമാണ് മാറിയത്. വെറും 16,000 വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടത്. ഒരു ലോക്സഭാ മണ്ഡലത്തിനകത്ത് 16,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഒരാൾ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭൂരിപക്ഷമേ അല്ല. ഇപ്പോൾ അടൂർ പ്രകാശ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരു 686 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ എതിരാളികളായിട്ടുള്ളവർ ഒക്കെ തന്നെ ഒരു വലിയ വിജയത്തിലായിരുന്നു, ജോയിയും അതുപോലെ തന്നെ മുരളീധരനും. അങ്ങനെ കേരളത്തിൽ ബി.ജെ.പി ഒരു വലിയ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. 2026 നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഒരു കുറഞ്ഞതൊരു 15 സീറ്റ് വരെ ബി.ജെ.പി നേടിയെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത് കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇവിടെ സംസ്ഥാന നേതൃത്വത്തിലെ അഴിച്ചുപണി നടത്താൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ ബി.ജെ.പി അധ്യക്ഷ സ്ഥാനത്ത് പദവിയുടെ കാലാവധി തീരാൻ പോവുകയാണ്. ഒരുപക്ഷെ സുരേന്ദ്രന് രാജ്യസഭാ അംഗം നൽകും. മുരളീധരന് കഴിഞ്ഞ തവണ വരെയും രാജ്യസഭാ അംഗമായിരുന്നു, കേന്ദ്ര സഹമന്ത്രിയുമായിരുന്നു. ഇക്കുറി ആറ്റിങ്ങലിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കാൻ യാതൊരു സാധ്യതയുമില്ല, രാജ്യസഭയും കൊടുക്കില്ല. അപ്പോൾ ഈ സുരേന്ദ്രൻ രാജ്യസഭാ അംഗമാകുന്ന അവസരത്തിൽ ഇനിയിപ്പോൾ അതിലേക്ക് വരാൻ സാധ്യതയുള്ളത് ശോഭാ സുരേന്ദ്രനാണ്. കാരണം ബി.ജെ.പി കേന്ദ്ര നേതൃത്വം കാണുന്നുണ്ട് ശോഭാ സുരേന്ദ്രനെ എവിടെ കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ കൊണ്ടുവന്ന് നിർത്തിയോ അവിടെ എല്ലാം തന്നെ ബി.ജെ.പിയുടെ ഒരു സാന്നിധ്യം, ആ മണ്ണ് ബി.ജെ.പിക്ക് അനുയോജ്യമായ രീതിയിൽ ഇളക്കി മറിക്കും. ആ ഓരോ തവണത്തേക്കാളും കൂടുതൽ വോട്ട് നേടാനും ശോഭാ സുരേന്ദ്രന് സാധിക്കുന്നുണ്ട്. 2019 ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ നേടിയത് 2,48,000 വോട്ടാണ്. അതുപോലെ തന്നെ ഇക്കുറി ആലപ്പുഴയിലാണ് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ ഇറക്കിയത്. അവിടെ വന്നിട്ട് 2019 ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ ആയിരുന്നു. കെ.എസ്. രാധാകൃഷ്ണൻ 1,00,000-ലധികം വോട്ട് ആണ് നേടിയെടുത്തത്. മുമ്പ് അവിടെ 50,000-ന് താഴെ വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കെ.എസ്. രാധാകൃഷ്ണൻ അത് 1,00,000-ന് മുകളിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഇതാ ഏതാണ്ട് 3,00,000 വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നേടിയിരിക്കുന്നത്. ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ആലപ്പുഴയെ ഒരിക്കലും എ ക്ലാസ് മണ്ഡലമായി കണ്ടില്ല. കേരളത്തിൽ 6 ഇടമാണ് എ ക്ലാസ് മണ്ഡലമായിട്ട് എടുത്തത്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ കൊടുത്തതോടുകൂടി അവിടെ എ ക്ലാസ് മണ്ഡലമായി മാറുകയും മറ്റ് 2 സ്ഥാനാർത്ഥികളെയും വിറപ്പിക്കുകയും ചെയ്തു. കെ.സി. വേണുഗോപാൽ അവിടെ വലിയ ഭൂരിപക്ഷവും നേടിയിട്ടില്ല. അപ്പോൾ ഈഴവ വോട്ടുകൾ മുഴുവനായിട്ട് ശോഭാ സുരേന്ദ്രന് നേടിയെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ സ്ത്രീകളുടെ വോട്ടും സമാഹരിക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചു. ഇതിനു മുമ്പ് പാലക്കാട് നിയമസഭയിൽ 2016 മത്സരിക്കാൻ ഇറക്കിയ സമയത്തും ശോഭാ സുരേന്ദ്രൻ അവിടെ വലിയ മുന്നേറ്റം കുറിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ വന്നു കഴിഞ്ഞാൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കിയത് കൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ അടിയന്തരമായിട്ട് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ശോഭാ സുരേന്ദ്രനായിരിക്കും
സംസ്ഥാനത്ത് BJP നയിക്കാൻ പോവുക. അത് BJPക്ക് ഏറെ ഗുണം ചെയ്യും. ഒരു ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് BJPയിലെ ഒരു തീപ്പൊരി തന്നെയാണ്. സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നുകൊണ്ട് ഓരോ മണ്ഡലത്തെയും നന്നായി പഠിക്കാനും ആ മണ്ഡലം BJPക്ക് അനുയോജ്യമായിട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ അവസരം പലയിടങ്ങളിലും BJP 11 മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ 2ാം സ്ഥാനത്ത് വന്നു നിൽക്കുന്നതുകൊണ്ട് ഇതൊക്കെ LDFിൻ്റെ വോട്ടാണ്, CPMൻ്റെ വോട്ടാണ് ഇങ്ങോട്ടേക്ക് BJPയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അത് നിലനിർത്തണം. അതുപോലെ പുതിയ മണ്ഡലങ്ങളിലേക്കും പുതിയ കാൽവെപ്പ് നടത്തണം. അതിനൊക്കെ സാധിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ശോഭാ സുരേന്ദ്രനാണ്. അതുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വം അടിയന്തരമായിട്ട് ശോഭാ സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നതും ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ തന്നെയാണ്.